രജനീകാന്ത് ചിത്രമായ കൂലി റിലീസായി. കേരളത്തിലും ആരാധകരുടെ വലിയ വരവേൽപ്പാണ് ചിത്രത്തിന്. ആദ്യ ഷോ കഴിഞ്ഞ ശേഷമുള്ള ചില പ്രതികരണങ്ങളിലേക്ക്. കൂലിയുടെ ആദ്യ പ്രദർശനം ഫാൻ ഷോ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ചോദിക്കാം? പടം ഉഷാറാണ്, അടിപൊളി സീനായിരുന്നു. ഇത് വൈറ്റ് സീൻ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. രജനീകാന്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൈപ്പിന്റെ അത്ര പോരാ, വലിയ ഹൈപ്പ് കൊടുത്തതിന്റെ അത്ര പോരാ. സൂപ്പർ, അടിപൊളി, നന്നായിട്ടുണ്ട് കാണാം. പഞ്ചുമാരിയുണ്ട്. അമീർ ഖാനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഒക്കെ ആ ത്രില്ല് ഭയങ്കരം തന്നെയാണ്. അവസാനമൊക്കെ ആക്ഷൻ സീനൊക്കെ കണ്ടത് ചോകര തിളക്കുന്ന പോലെയാണ് തിളച്ചത്. സൗബിൻ ഫസ്റ്റ് ടു എൻഡ്, സൗബിൻ ഫുൾ റോൾ. നമ്മുടെ മാസ് ഡയറക്ടർ ലോകേഷ് കനകരാജിന്റെ തലൈവർ രജനീകാന്തിന്റെ കൂലി പടത്തിന്റെ ഫസ്റ്റ് ഷോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് ആരാധകരാണ് പടം കാണാൻ എത്തിയിരുന്നത്. അവരുടെ ഒക്കെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാം. കഥ വലിയ ഇതൊന്നുമില്ല. കനകരാജ് എഫക്ട് ചിലടത്തൊക്കെ കൊള്ളായിരുന്നു, ചിലർത്തിച്ചിട്ടല്ലായിട്ട് കുഴപ്പമില്ല. കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് പടത്തിൽ, അതിലാതെല്ലാം കൊള്ളാം. നൈസ് പടം. സെക്കൻഡ് ഹാഫ് ഒക്കെ തകർത്ത് തിയേറ്ററൊക്കെ പൂരപ്പറമ്പ് അടിപൊളിയായിരുന്നു. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു പടം കണ്ടിറങ്ങിയപ്പോ. ഇതില് വളരെ ലോകേഷ് കനകരാജിന്റെ ഏറ്റവും മോശപ്പെട്ട സ്ക്രീൻ പ്ലേ. അതുപോലെ ഒരു പ്ലോട്ട് മിസ്സായിട്ടുണ്ട്. ഒരിടത്ത് പ്ലോട്ട് കണക്ട് ആവുന്നില്ല. ഭയങ്കര ഇമോഷൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ഒന്നും ഓഡിയൻസിലോട്ട് ഇമോഷൻ കണക്ട് ആവുന്നില്ല. പടം ഐ വുഡ് സേ ഇറ്റ് വാസ് ഓക്കെ. ഒരു ഓക്കെ എന്നുള്ള സംഭവമുള്ളൂ. ഈ ഹൈപ്പിനുള്ള സംഭവങ്ങൾ ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. അപ്പൊ ഈ കേട്ടതൊക്കെയാണ് കണ്ടിറങ്ങിയവർക്ക് പറയാനുള്ളത്. ഒരു സമ്മിശ്ര പ്രതികരണമാണ് കിട്ടുന്നത്. സൗബിന്റെ ആ ഒരു ആക്ടിങ് അല്ലെങ്കിൽ പുള്ളിയുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ റിവ്യൂസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. എല്ലാവരും പോയി സിനിമ കാണുക, സിനിമ കണ്ട് തന്നെ വിലയിരുത്തുക.